ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എല്ലാവർക്കും മൈസാൽ മാക്സിന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് നമ്മളെ ഷോളുകളാണ്. ഓഫറിലുള്ള 80 രൂപന്റെ ഷോളുകളാണ്. അപ്പോൾ ലാസ്റ്റാണ്, ഇനി ഇതും കൂടി ഉള്ളൂ കേട്ടോ ഉള്ള ഷാള്. ഇവിടെ എല്ലാ ഷാളും ഞാൻ ഇന്നിപ്പോൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇഷ്ടപ്പെട്ടതുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കേണ്ട നമ്പർ 89 210 89 804 എന്നുള്ളതാണ്. അത് എടുക്കാൻ വെക്കണ്ട്. ഓർമ്മക്കിടാം. അപ്പോൾ ഇതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് കിട്ടി, ഒരുപാട് ആൾക്കാർക്ക് കിട്ടിയില്ല. വീണ്ടും മെസ്സേജ് അയക്കുമ്പോൾ ഇതിൽ സ്റ്റോക്ക് ഇല്ല പറയും. അപ്പോൾ ചിലരൊരു പറയും അടുത്തിന്ന് എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതാണുള്ളത് ലാസ്റ്റ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ 89 210 89 എന്നുള്ള നമ്പറിലാണ് അയക്കേണ്ടത്. ഇതൊരു ഹാർട്ട് ഷേപ്പ് ആട്ടോ. ഇതാണ് യെല്ലോ കളറിൽ വരുന്നത്. കേട്ടോ അടുത്തത് ഇതാണ്. അപ്പൊ 80 രൂപയാണേ. ഇതിൽ ഏതൊക്കെയാണ് ഇഷ്ടപ്പെടുന്നത് വെച്ചാല് നിങ്ങൾ എന്ത് ചെയ്യാ, സ്ക്രീൻഷോട്ട് അയക്കുക. 89 210 89 804 എന്നുള്ള നമ്പറിൽ കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് ഫോട്ടോ അയക്കും. അപ്പോൾ ഫോട്ടോ അയച്ചതിന് ശേഷം അതിൽ എത്ര പീസാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം പറയണം. നിങ്ങൾക്ക് വേണ്ടത് ആദ്യം അയക്കാം. ഇന്ന് നിങ്ങൾ പറയാം അതിൻ്റെ ഇതിൽ ഇത് 4 എണ്ണം ഉണ്ടെങ്കിൽ ഇത്, ഇല്ലെങ്കിൽ ഇതിന്ന് ഏതെങ്കിലും അല്ലേ. എന്നാൽ ഒന്നും കൂടി ഞങ്ങൾക്ക് സുഖമാണ്. മറ്റേത് എന്താ വെച്ചാൽ മെസ്സേജ് നോക്കി എത്തുമ്പോൾ നിങ്ങൾ ഓൺലൈനിൽ നിന്ന് പോയിട്ടുണ്ടാവും. ചിലപ്പോൾ എല്ലാ പീസും ഇവിടെ ഉണ്ടാകും. നമ്മളതൊക്കെ എടുത്ത് വെക്കും. അടുത്ത കസ്റ്റമറോട് നമ്മൾ പറയും അങ്ങനെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് പറയും. നിങ്ങളൊരു പിന്നെ നിങ്ങൾ ഓൺലൈനിൽ വരുന്ന സമയത്ത് നിങ്ങൾ പറയും ഇതിൽ 2 എണ്ണം മതി കേട്ടോ എന്ന് പറയും. അപ്പം നിങ്ങൾക്ക് കൺഫേം ആയതിൻ്റെ ഫോട്ടോ ആദ്യം അയക്കുക. പിന്നെ അത് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതെന്ന് പറഞ്ഞിട്ടൊന്ന് അങ്ങനെ ഒന്ന് ചെയ്ത് തന്നാൽ ഒരു ഉപകാരമായിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുറേ ആൾക്കാർ കുറേ ഷാൾ 8-10 ഷാളൊക്കെ എടുത്ത് വെക്കും. പിന്നെ വൈകുന്നേരം ആയി, രാത്രിയായി, പിന്നെ അവർക്ക് വിളിച്ചാൽ കിട്ടൂല. പിന്നെ അവരോട് ചോദിച്ചാൽ പറയും പൈസ ഇല്ല, നാളെ അയച്ചുതരാം, 2 ദിവസം കഴിഞ്ഞിട്ട് അയച്ചുതരാം എന്ന് പറയും. അപ്പം എന്താ വെച്ചാൽ അമ്മനെ അങ്ങനെ മാറ്റി വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒന്നാമത് ഇപ്പോൾ സീസൺ സമയമാണ്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ക്യാഷ് അയച്ചതിന് ശേഷം, കാരണം നമ്മളിത് ഇവിടെ ഇങ്ങനെ മാറ്റി വെക്കും. പിന്നെ ഓലെ യാതൊരു അഡ്രസ്സും ഉണ്ടാവില്ല. അപ്പം അത് കാരണം നമ്മളിപ്പോൾ മാറ്റി വെക്കണ സംഭവങ്ങളില്ല കേട്ടോ. അപ്പോൾ കാരണം ഇത് ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ ക്യാഷ് വന്നാൽ മാത്രം നമ്മൾ ഇത് മാറ്റി വെക്കുള്ളൂ. ഉണ്ടെങ്കിലുണ്ട് പറയും. ക്യാഷ് അപ്പം അയച്ചു തന്നാൽ പിന്നെ ഞങ്ങൾ കുറേ സമയം കഴിഞ്ഞിട്ട് ക്യാഷ് അയച്ചു തരുമ്പോൾ ഞങ്ങളും കാണൂല. ഒരു 6 മണിയാകുമ്പോൾ പോകും. പിന്നെ ചിലപ്പോൾ ഞാൻ മെസ്സേജ് അയക്കാൻ നിൽക്കുമ്പോൾ ായിരിക്കും. അപ്പം ഞാൻ എടുക്കണ ഓർഡറുകൾ മാത്രമേ ശ്രദ്ധിക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഞാനും ഓർഡർ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഞാൻ അത് പിറ്റേ ദിവസത്തേക്ക് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സാവുക വെച്ചാൽ നമ്മൾ ഈ സാധനം എടുക്കാൻ പോകും. അപ്പം ഇന്നലെ ഇവിടെ വന്ന കസ്റ്റമർക്ക് അറിയാം, ഞാൻ ഇവിടെ കടയും കൂടി ലൈറ്റും കൂടി ഓഫാക്കാതെ ഇവിടെ കുറേ ആൾക്കാർ ഞാൻ അതിൻ്റെ ഉള്ളിൽ ഉണ്ട് വിചാരിച്ചിട്ട് പോയിക്കോളൂ. ഞാൻ ഇവിടെ പെട്ടെന്ന് മഞ്ചേരി പോയി ഒന്ന് വരാം എന്നുള്ള നിലക്ക് പോയതാണ്. ഇന്നലെ ഒരു ലീവ് വരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ പേയ്മെൻറ്റ് ക്ലിയർ ആക്കിയാണ് പോയാൽ പിന്നെ ഞാൻ പിറ്റേ ദിവസം വരും. പിന്നെ ഇത് ആരാ അറിയില്ല. ചിലപ്പോൾ നമ്മൾ ഫോണിലാണ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ചില എന്തെങ്കിലും ഒരു ഇതിൽ 2 ദിവസം മുന്നേ ഒന്ന് ഫോൺ ഫോർമാറ്റായി മൊത്തത്തിൽ പോയി. ഞാനിവിടെ പാക്കിങ്ങിന് കുറേ അളത് വെച്ചിട്ടുണ്ട്. ആരാന്ന് പോലും അറിയില്ല. ഇനി ആരെങ്കിലും മെസ്സേജ് അയക്കുമ്പോൾ അവരോട് ചോദിക്കാനേ പറ്റുള്ളൂ, നിങ്ങൾ ആ ഫോട്ടോ ഒന്ന് സെൻഡ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് മാക്സിമം നിങ്ങൾ 6ന്റെ ഉള്ളിൽ പേയ്മെൻറ്റ് ക്ലിയറാക്കി പോകാൻ നോക്കുക.
അല്ലേ, ചെറിയ ഡിസൈനാണ്. പിന്നെ എന്നെ കടയിലില്ല എന്നുണ്ടെങ്കിൽ എന്നെ വീട്ടിലേക്ക് തിരഞ്ഞു വരേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ കടയിലില്ലെങ്കിൽ ഞാൻ വീട്ടിലില്ല. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ 1 മണിയാകും 2 മണിയാകും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. രാത്രി അയച്ചിട്ട് രാത്രി 10 മണിക്ക് 6 മണിക്ക് 7 മണി കഴിഞ്ഞാൽ ഇപ്പോൾ രാത്രി തുറക്കൂല. നമ്മളിവിടെ പെണ്ണുങ്ങൾ മാത്രമായത് കാരണം ഇപ്പോൾ 6:30 7 മണി വരെയുള്ളൂ കേട്ടോ തുറക്കുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇതിൻ്റെ ഉള്ളിലുണ്ടാകും. പക്ഷെ ഞാനിവിടെ എൻ്റെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഉണ്ടായിരിക്കും. അല്ലാതെ ഞാനിവിടെ കട അടച്ചിട്ട് വീട്ടിൽ പോയിരിക്കില്ല. ഒരുപാട് ആൾക്കാർ വീട്ടിൽ പോയിട്ട് ബെല്ലടിക്കും, പിന്നെ അതിൻ്റെ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ബെല്ലടിക്കും. അവിടെ നിന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് പോകും, എന്നിട്ട് നടന്ന് ചോദിക്കും. കാരണം ഞാൻ രാവിലെ ഇവിടെ കടയിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ വരുമ്പോഴേക്കാരം ചിലപ്പോൾ ഇവിടെ നൂലില്ല, ഇവിടെ സൂചിയില്ല, അല്ലെങ്കിൽ എലാസ്റ്റിക് വേണം, ചിലപ്പോൾ അടിക്കാൻ തുണിയില്ല എന്നൊക്കെ പറയാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അതവർക്ക് കൊടുത്താലേ അടുത്ത ഒരു ഐറ്റം നമുക്ക് ഇറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ആവശ്യത്തിന് ഞാൻ പോകും. അപ്പോൾ ഞാൻ ഈ പോകുമ്പോൾ അവിടെ ഇവിടെ ഒന്നും പറഞ്ഞിട്ടല്ല ഞാൻ പോകല്. അപ്പോൾ അതുകൊണ്ട് കടയിൽ വന്നു കഴിഞ്ഞാൽ ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് ഇന്നലെ അവർക്ക് ലീവായി. അവരെന്നോട് പ്രത്യേകം ചോദിച്ചിട്ടുണ്ടായിരുന്നു ലീവ് എടുക്കുന്നതിന് മുന്നേ നിങ്ങൾ താത്ത അവിടെ ഉണ്ടാവുമോ എന്നുള്ളത്. അവർക്ക് അർജൻറ്റ് കല്യാണമാണ് എന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ഉണ്ടാവുമെന്നും പറഞ്ഞു. പക്ഷേ ഒരു 3 മണിയായപ്പോൾ എനിക്ക് മഞ്ചേരി പോകേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് കോഴിക്കോട് പോകേണ്ടി വന്നു. അപ്പോൾ അവിടെ എത്തിയപ്പോൾ യൂണിറ്റിൽ നിന്ന് വിളിച്ചു, എംബ്രോയിഡറി ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് മെറ്റീരിയൽ കൊണ്ടുപോയിക്കോളിന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതിന് ഇന്ന് പോകണം. ആ മെറ്റീരിയൽ അവിടെ കൊണ്ടുപോയിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് എടുത്ത് കൊണ്ടിട്ട് വേറെ മെറ്റീരിയൽ ഡിസൈൻ ചെയ്യാൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ വീണ്ടും മഞ്ചേരി പോയിട്ട് മെറ്റീരിയൽ എടുത്ത് അത് നമ്മൾ യൂണിറ്റിൽ കൊണ്ടുപോയി കൊടുക്കണം. പിന്നെയും ഞാൻ പോകണം. അപ്പോൾ അങ്ങനെയാണ് പോണത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ആരോടും ദേഷ്യം ഉണ്ടായിട്ടും ഇതുണ്ടായിട്ടും ഒന്നും പറയില്ല, വീട്ടിലേക്ക് പോകരുത് ദയവ് ചെയ്ത് അങ്ങോട്ട് ചോദിക്കാണ്. അപ്പോൾ പിന്നെ അവിടെ പോകും, മേളാപ്പാൻ്റെ അവിടെ പോകും, മൂത്താപ്പാടെ പോകും. പിന്നെ അവിടെ പോയിട്ട് പറയും ഞാൻ അവിടെ ഇല്ല, കടയിലില്ല, കട തുറന്നിട്ടിട്ട് അങ്ങോട്ട് പോയിക്കണം ഇങ്ങോട്ട് പോയിക്കണം കടയിൽ. അപ്പോൾ ഒരു വിളിച്ചിട്ട് ഇന്നെ ചീത്ത പറയും. അല്ല, ഞാൻ ഓരോട് കാര്യം പറയും, ഞാൻ കോഴിക്കോടാണ് അല്ലെങ്കിൽ മഞ്ചേരിയാണ്, കോഴിക്കോട് പോയിട്ട് വന്നിട്ട് വരുള്ളൂ എന്നൊക്കെ. പക്ഷെ എന്താ വെച്ചാൽ ഇതിങ്ങനെ നടന്ന് പോയി പറയുമ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ പറയും ഓൾ അവിടെ ഇല്ല, ഓൾ കട തുറന്നിട്ട് പോയിക്കണോ, അതാണ് ഇതാണ്. നമ്മൾക്ക് നമ്മളെ ആവശ്യത്തിന് പോയേ പറ്റുള്ളൂ. എനിക്ക് ഒരു ഉള്ളി ഒരു തക്കാളി വാങ്ങണമെന്നുണ്ടെങ്കിലും ഞാൻ പോകണം. അപ്പോൾ ആരോടും ഒന്നും ഉണ്ടായിട്ട് പറയില്ല. കട തുറന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഇവിടെ പോയിട്ട് ഒന്നും പറയരുത് എന്ന് മാത്രം. അല്ല, ഇനി പറയണോല്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ആരും വന്നിട്ട് ചെയ്തു തരുന്നില്ല. ഇന്നലെ നിങ്ങൾ ചിലപ്പോൾ ഒരാളേക്കാർ അവിടെ പോയി ബെല്ലടിക്കുക. ഇന്നലെ ഒരു 10-15 ആൾക്കാർ ഇല്ലേ, ഇന്നലെ കുറേ ആൾക്കാർ വന്ന് പോയിക്കണം. അത് നമ്മൾ സ്റ്റിച്ച് ഇങ്ങനത്തെ ഒരു വന്നപ്പോൾ നമ്മളോട് പറഞ്ഞു കടൻ്റെ മുന്നിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ എന്നോട് ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് പറഞ്ഞു കേട്ടോ കടയിൽ അവിടെ ആൾക്കാരുണ്ട്, അപ്പോൾ അവർ ലീവാണ്, ഞാനും ഈ പറഞ്ഞ ഈ 10 ആൾക്കാരും പെരിയിൽ പോയിട്ട് ബെല്ലടിച്ചാൽ എന്തായിരിക്കും ഓരോ സ്ഥിതി, എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ. പിന്നെ കുറേ ആൾക്കാർ വിളിച്ചിട്ട് പറഞ്ഞു വീട്ടിൽ കുറേ ബെല്ലടിച്ചു, വാതിൽ തുറന്നു തന്നില്ല, അപ്പം അപ്പുറത്തേക്ക് പോയി എന്നൊക്കെ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് ഇവിടെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം വരിക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കടയിലെ നമ്പറിൽ മെസ്സേജ് അയക്കുക, കടയിലത്തെ നമ്പറിൽ വിളിക്കുക. ഇവിടെ ആളുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തായാലും എടുത്തിരിക്കും. അപ്പം അതുകൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കൊന്നും തുടക്കം കുറിച്ച് തരരുത് നിങ്ങൾ. അപ്പോൾ ഇതാണ് ഷോൾ കേട്ടോ.
നമുക്ക് പെറ്റുമ്മ ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ല. ഇത് പെറ്റുമ്മ ഇല്ലാത്തതുകൊണ്ടുള്ള, അപ്പം അത്രമാത്രം മനസ്സിലാക്കിയാൽ മതി അല്ലേ. ഞാൻ നിങ്ങൾ വന്നാൽ ഈ സാധനങ്ങൾ വിറ്റാൽ തന്നെ എനിക്ക് പൈസ ആകുള്ളൂ. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വരുന്ന സാഹചര്യങ്ങൾ നമ്മൾ പോയേ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്ക് പോണ്ടി വരും. അപ്പോൾ ഈ 10 ആൾക്കാരും അവിടെ പോയി ബെല്ലടിക്കാന്ന് പറഞ്ഞാൽ പിന്നെ അവിടുത്തത് പോരാ, പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും പോകുമ്പോഴും കൂടി നമുക്ക് നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി നമ്മളെ വീട്ടിലെ സ്ഥിതി. അപ്പോൾ മനസ്സിലായല്ലോ. പിന്നെ നിങ്ങളോട് ഇവിടുന്ന് ആൾക്കാർ പറയും അവിടെ പോയി ബെല്ലടിച്ചാൽ മതി, നിങ്ങളത് കേൾക്കാൻ നിൽക്കണ്ട കേട്ടോ. അത് ഓരോരോ തിരി കൊളുത്തി തരികയാണ്. അപ്പോൾ നിങ്ങൾ വരുന്നതിൻ്റെ മുന്നേ എന്ത് ചെയ്യാന്നോ, ആര് വരികയാണെങ്കിലും രാവിലെ 89 200 ഒരു 10:30 മണിക്കൂർ മെസ്സേജ് അയക്കുക ഇന്ന് ഷോപ്പിലുണ്ടോന്ന്. കാരണം രണ്ടാളും അങ്ങനെ അങ്ങോട്ട് ഒരുമിച്ച് ലീവ് എടുക്കലില്ല. ഇന്നലെ യാദൃശ്ചികമായി ലീവ് വന്നതാണ്. അതൊരു കൊട്ടിക്കലാശത്തിൽ അവസാനിക്കേണ്ടി വന്നു, അത്രേ ഉള്ളൂ. എന്നോട് ലീവ് എടുക്കുമ്പോൾ എന്നോട് പറഞ്ഞിരുന്നു താത്ത നിങ്ങൾ ഉണ്ടാവുമോ ചോദിച്ചിരുന്നു. ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷെ നമ്മളത് ഇതാണ്, നമ്മൾ മെറ്റീരിയൽ എടുത്തു കൊടുന്നാലേ നമ്മൾ സീസൺ ആകുമ്പോഴത്തേന് നമുക്കത്, പിന്നെ നമ്മൾ പുറത്തത്തെ മാത്രം ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് കുഴപ്പമില്ല. പുറത്തത്തെ ഇത് എടുത്ത് കൊടുത്തിട്ട് മാത്രം ചെയ്യുകയാണെങ്കിൽ നമ്മൾ കഫ്താനായാൽ ഫ്രോക്ക് മാക്സി ആയാൽ പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ചില നൈറ്റീസൊക്കെ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യുന്നത് ആയത് കാരണമാണ് നമുക്ക് എന്ത് അതിൻ്റെ അത് ഒരു യൂണിറ്റിൽ നിന്ന് എടുത്തെടുത്തിട്ട് അത് വേറെ എടുത്ത് കൊണ്ടു കൊടുക്കണം, അത് അവിടെ നിന്ന് എടുത്തിട്ട് വേറെ എടുത്ത് കൊണ്ടു കൊടുക്കണം. അപ്പോൾ ഇതിന് ഒരു തല മെറ്റീരിയൽ കൊണ്ടുപോയിട്ട് കൊടുക്കണം. പിന്നെ ചില ആൾക്കാരുണ്ട് കഫ്താന് മാക്സി ഒക്കെ നമ്മളിവിടെ തന്നെ എടുക്കുന്ന ആൾക്കാർ. ഇപ്പോൾ നിങ്ങൾ കേട്ടില്ലേ വലിയ ജംബോ കഫ്താന് നമ്മളെ കയ്യിൽ നിന്ന് എടുത്തിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്, 5-6 ഒരുമിച്ച് എടുക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ അവർക്ക് മാത്രം നമ്മൾ സെപ്പറേറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ അവരൊക്കെ 3-4 കൊല്ലം വർഷം മുന്നേ മുതൽ നമ്മളവിടെ നിന്ന് എടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് പുറത്തുനിന്ന് കിട്ടാതാവുമ്പോൾ ഒരു സൈസ് പറയുമ്പോൾ അവർക്കുള്ളത് നമ്മൾ മെറ്റീരിയൽ കൊടുന്ന് ഒക്കെ ചെയ്യും. അതാണ്. അപ്പോൾ അവരെയും നമ്മൾ ഇതാക്കണ്ട. അപ്പോൾ നിങ്ങൾ എന്താ ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ചെയ്തു തരാത്ത. ഇപ്പോൾ വരുന്ന കസ്റ്റമറല്ല, ഈ വലിയ സൈസിലാവുമ്പോൾ പുറത്തുനിന്ന് കിട്ടാനും പണിയാണ്. അപ്പോൾ അവർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ സൈസിൽ കണ്ടില്ലേ ചെയ്യുമ്പോൾ അവർക്ക് പുറത്തുനിന്ന് കിട്ടാതാവുമ്പോൾ പിന്നെ ഒരു ഏത് മെറ്റീരിയൽ ആയാലും പാടില്ല 6 കിട്ടിയാൽ മതി എന്നൊക്കെ പറയും. കണ്ടില്ലേ. ഇപ്പോൾ ഷോൾ ഇതാണ്. അപ്പോൾ ഇന്നലെ വന്ന് മടങ്ങിപ്പോയതിലൂടെയൊക്കെ ഒരു സോറി പറയാണ്. അതുപോലെ തന്നെ ഇനി രാവിലെ നിങ്ങൾ വരുന്നതിൻ്റെ മുന്നേ ആ നമ്പറിലൊന്ന് മെസ്സേജ് അയച്ചിട്ട് വരിക കേട്ടോ. എൻ്റെ നമ്പറിൽ മെസ്സേജ് അയക്കണ്ട, ആ കടയിലത്തെ നമ്മൾ 80-89 ഇത് അവസാനം കഴിച്ചത് നല്ല രസമുണ്ടല്ലേ. 89 210 89 804 എന്നുള്ളതിൽ മെസ്സേജ് അയച്ച് നിങ്ങൾ കട ഒന്ന് ഓപ്പൺ ആണെന്ന് ചോദിച്ചാലും റിപ്ലൈ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വിളിച്ചിട്ട് വരുന്ന അന്ന് രാവിലെ വിളിച്ചിട്ട് ചോദിക്കുക കേട്ടോ. ചില സാങ്കേതിക കാരണങ്ങളാൽ ചിലപ്പോൾ 2 പേരും ഒരുമിച്ച് ലീവ് ആകുമ്പോൾ അതിൽ നിന്ന് റിപ്ലൈ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അന്ന് വരണ്ടെന്നാണ്. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും. അപ്പോൾ ചിലർ എൻ്റെ നമ്പർക്ക് വിളിച്ചു, ഞാൻ ഫോൺ എടുത്തില്ല എന്നുള്ളത് നമ്മളെ കടയിലെ നമ്പറിൽ വിളിച്ചിട്ട് മാത്രം വന്നാൽ മതി കേട്ടോ. ഓക്കെ.